വാട്ട് അപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഒരു ചെറിയൊരു ചോദ്യം എല്ലാവരും മനസ്സിലുണ്ട്. നമ്മുടെ ഫാൻസ് നമ്മുടെ പ്ലേയേഴ്സിനെ കൂവിയത് ശരിയായോ? അത് ഒരു പ്ലേയേഴ്സിന് ഒരു ടോക്സിസിറ്റി കൊണ്ടുവന്നതാണോ? ജെമി കാരഗറിന്റെ ഒരു അനാലിസിസ് ഉണ്ടായിരുന്നു. ആ പ്രഷർ കാരണം സാഞ്ചസ് മറ്റേ ലോങ് ബോൾ കൊടുത്തു. ആ ലോങ് ബോളിൽ നിന്നുണ്ടാക്കിയ കൗണ്ടർ അറ്റാക്കിംഗ് സാഹചര്യം ഉണ്ടായതിനെ കുറിച്ച്. അപ്പൊ അത് അത്ര ആ ടോക്സിസിറ്റി നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സിനെതിരെ കാണിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് പാടില്ല എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. നമ്മുടെ സ്ക്വാഡ് ഇപ്പൊ യങ് ആണ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ളതും പറയുന്നവരുണ്ട്. നൗ ഫെയർ എനഫ്, അതെല്ലാം ആർഗ്യുമെന്റ് ആണ്. ഞാൻ എന്റെ നിഗമനം ഞാൻ പറയാം. നൗ ഇതിപ്പോ ആഴ്സണലിനെതിരെ നമ്മൾ 2-0 ആദ്യ പകുതി, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ 2-0 ആദ്യ പകുതിയിൽ, ലിവർപൂളിനെതിരെ 2-0 ആദ്യ പകുതിയിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, നമ്മൾ മോശമായിട്ട് കളിച്ചെങ്കിൽ നമ്മൾ കൂവുന്നതിൽ അർത്ഥമില്ല. കാരണം അവര് എക്സ്പീരിയൻസ്ഡ് മാത്രമല്ല, അവർ കുറെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന ഒരു ടീമാണ്. അവർ വെൽ ഡ്രിൽഡ് ആണ്. അവർക്ക് സ്വാഭാവികമായിട്ട് പ്രീമിയർ ലീഗിൽ കുറെ കൂടെ എക്സ്പോഷർ ഉള്ള പ്ലെയേഴ്സും ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ നമ്മുടെ ടീമിനെ കൂവുന്നതിൽ അർത്ഥമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു റെലിഗേറ്റഡ് ആയി നിൽക്കുന്ന ഒരു ടീമിന്, നമ്മുടെ പ്ലെയേഴ്സിന്റെ പകുതി പോലും ശമ്പളമില്ലാത്ത ഒരു ടീമിനെതിരെ ആദ്യ പകുതിയിൽ എന്ത് പറഞ്ഞോ? നിങ്ങൾ കൗണ്ടർ അറ്റാക്കിങ്ങിന്റെ അങ്ങേയറ്റത്തിന്റെ മറ്റേത് മറിച്ചത് നടന്നു, എന്ത് പറഞ്ഞോ? 2-0 ഡൗൺ ആയിരിക്കുമ്പോൾ ആരായാലും കൂവിപ്പോവും. നമ്മുടെ ഫാൻസ് ഒന്നും ഒരിക്കലും ഒരു സ്റ്റേഡിയത്തിൽ പോയി കളി കാണുന്നത് മച്ചാൻ ഇന്ന് ഞാൻ ചെൽസിനെ കൂവും, ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഞാൻ ചെൽസിനെ കൂവും, ഇവന്മാരെ കൂവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് എന്നും പറഞ്ഞിട്ടല്ല. ഇന്ന് നമ്മുടെ ഫാൻസ് ഒക്കെ പോകുന്നത്, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്നത് പോലെ ലെസ്റ്റർ സിറ്റിയിലെ ഒരു സിറ്റിയിലെ ടീമോ, ലിവർപൂളിൽ കളിക്കുന്ന ഒരു ലിവർപൂൾ ടീമോ, എവർട്ടണിൽ കളിക്കുന്നത് പോലെ എവർട്ടൺ ടീമോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ലണ്ടനിലൊരു ക്ലബ്ബാണ്. ഈ ഫുട്ബോൾ ക്ലബ്ബിൽ കളി കാണാൻ വേണ്ടിയായിട്ട് പല വിഭാഗത്തു നിന്നും ആൾക്കാരെ ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അതിൽ കുറച്ച് അഫ്ലുവന്റ് നെയ്ബർഹുഡിൽ നിന്ന് വരുന്നവര്, കുറെ വർക്കിംഗ് ക്ലാസ് ആൾക്കാരും വരുന്നുണ്ട്. ഈ വർക്കിംഗ് ക്ലാസ് വരുന്നവര് കുറെ ദൂരം ട്രാവൽ ചെയ്ത് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വന്ന് നല്ലൊരു കളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഫ്രസ്ട്രേഷനും ഒക്കെ ഒന്ന് തീർക്കാനും കുറച്ച് വീക്കെൻഡ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ വിദേശത്തുനിന്നും ആൾക്കാർ വന്ന് കളി കാണുന്നത് ഒരു നല്ല കളി കാണാൻ വേണ്ടിയിട്ടാണ്. അതും റെലിഗേറ്റഡ് ആയി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീമിനെതിരെ, ആ ടീമിനെതിരെ ആദ്യ പകുതിയിൽ കൂതറ പെർഫോമൻസും കാഴ്ചവെച്ചിട്ട് നമ്മൾ എണീറ്റിരുന്ന് കൊട്ടണമായിരിക്കും. ഓ ബ്രോസ് കമോൺ, ഇത് ഓക്കെ ആണ്, നടക്കില്ല. ദിസ് ഇസ് ചെൽസി ഫുട്ബോൾ ക്ലബ്. നമുക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്, നമുക്കൊരു മിനിമം എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് ഇപ്സ്വിച്ച് ടൗണിനെതിരെയോ അല്ലെങ്കിൽ ഒരു റെലിഗേറ്റഡ് ടീമിനെതിരെയോ കളിക്കേണ്ട കളിയല്ല നമ്മൾ കളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസണിന്റെ കേസ് പറയുകയാണെങ്കിൽ ബേൺലിക്കെതിരെ പോസിറ്റീവിനോ കളിച്ച കളി, അതിനു മുമ്പ് സൗത്ത് ആംപ്ടണിനെതിരെ കളിച്ച കളി, മറ്റേ പോട്ടറിന്റെ ഒരു കേസിൽ, ഇങ്ങനത്തെ ടീമിനെതിരെ നമ്മൾ ജയിക്കാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്താണ്? നമ്മുടെ പ്ലെയേഴ്സിന്റെ ശമ്പളം അത്രത്തോളം ഉണ്ട്. ഇനി യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ് എന്ന് പറയുന്നതിൽ ഞാനൊരു ഉപമ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിപ്പോ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ IIM ബാംഗ്ലൂർ, XLRI അങ്ങനെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്നിരിക്കുന്ന ഒരുത്തൻ, അവനൊരു ശമ്പളം മേടിക്കുമ്പോൾ അവനൊരു 30 തൊട്ട് 50 ലക്ഷം രൂപ വർഷം വരുമാനം ചോദിച്ചുകൊണ്ടാണ് അവൻ കമ്പനി വന്ന് ജോയിൻ ചെയ്യുന്നത്. നേരെ മറിച്ച് അവിടെ 10-15 കൊല്ലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അത്രത്തോളം പോലും ഉണ്ടാവില്ല. അവന്മാർ ചിലപ്പോൾ 15-20 ലക്ഷം രൂപ ആയിരിക്കും വർഷം ശമ്പളം ഉണ്ടാവണം. അത് നല്ല ശമ്പളം തന്നെയാണ്. പക്ഷേ ഒരു XLRI MBA കഴിഞ്ഞ ഒരുത്തൻ വന്നിട്ട് 30 തൊട്ട് 50 ലക്ഷം രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, ഐ എം യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ്, എനിക്ക് ഇവരുടെ അത്രയും ഔട്ട്പുട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊന്നു മക്കളെ, നീ എന്തിനാ ആദ്യമേ ആ ജോലി സ്വീകരിച്ചത്? നിന്റെ എക്സ്പെക്ടേഷൻ, നീ 30 തൊട്ട് 50 ലക്ഷം രൂപ നീ വഹിക്കുമ്പോൾ നിന്റെ എക്സ്പെക്ടേഷൻ നീ ഔട്ട്പുട്ട് തരണം ഫ്രം ഡേ വൺ. എന്തുകൊണ്ട് ഡേ വൺ? കാരണം നിനക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ആ ശമ്പളം തന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ആ ജോലി വേണ്ട എന്ന് വെക്കാമായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. അതുകൊണ്ട് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ കോൺട്രാക്ട് ഓഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ സൈൻ ചെയ്തു. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഇപ്സ്വിച്ച് ടൗൺ പ്ലേയേഴ്സിന് കിട്ടുന്ന ശമ്പളത്തിനെക്കാളും 3 ഇരട്ടിയാണ്. നിങ്ങൾ യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്സ്വിച്ചിൽ പോവാം, നിങ്ങൾക്ക് കോവൻട്രി ടീമിൽ കളിക്കാം, നിങ്ങൾക്ക് ബർമിംഗം FC ടീമിൽ കളിക്കാം, നിങ്ങൾക്ക് കെന്റ് FC ടീമിൽ കളിക്കാം, നിങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പിലോ അല്ലെങ്കിൽ അഥവാ ലീഗ് 1 ടീമിലോ നിങ്ങൾക്ക് പോയി കളിക്കാം. ആരും നിർബന്ധിച്ചിട്ടില്ല ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ നിങ്ങൾ കളിക്കണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു നിങ്ങൾ എന്താണ് ചോദിച്ചത്, എന്തായിരുന്നു പ്രഷർ. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ പേപ്പർ ഇട്ടിട്ട് പോകാനായിട്ട് ഒരു അവസരമുണ്ട്. കോൺട്രാക്ട് റെനിഗേറ്റ് ചെയ്യുക, ഏതെങ്കിലും ചാമ്പ്യൻഷിപ്പ് ടീമിലോ ലീഗ് 1 ടീമിലോ പോയി കളിക്കുക. ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ സൗദിയിൽ പോവുക. ഈ യങ് ഇൻഎക്സ്പീരിയൻസ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിമിതിയുണ്ട്. പണ്ട് ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഞാൻ മാനേജറോട് പറഞ്ഞു, മാർക്കറ്റ് ടഫാണ്, കസ്റ്റമേഴ്സ് അത് പറഞ്ഞു, കസ്റ്റമേഴ്സ് ഇത് പറഞ്ഞു. എനിക്ക് അന്ന് അങ്ങേര് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 10-20 കൊല്ലം മുമ്പ് പറഞ്ഞ ഡയലോഗാണ്. എടാ, നിനക്ക് ഒരു 10 പ്രൊഡക്റ്റ് വിൽക്കണം, നീ 8 എണ്ണം വിറ്റു, 2 എണ്ണം വിൽക്കാൻ പറ്റിയില്ല, സമ്മതിച്ചു, നീ പറയുന്ന എക്സ്ക്യൂസ് നമുക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ നീ 10 എണ്ണം വിറ്റു, നിനക്ക് 12 എണ്ണം വിൽക്കാൻ പറ്റിയില്ല, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 2-3 വിറ്റിട്ട്
നിനക്ക് ബാക്ക് വിൽക്കാൻ പറ്റിയില്ല, ഇതാണ് എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഒരുത്തനും കേൾക്കാൻ പോകുന്നില്ല. കാരണം നീ ടാർഗറ്റിന്റെ 20-30% നീ അച്ചീവ് ചെയ്തിട്ടുള്ളൂ. നീ ഒരു 70% അച്ചീവ് ചെയ്യും, നീ ഒരു 80% അച്ചീവ് ചെയ്യും, എന്നിട്ട് നീ വാദിക്കുക. അപ്പൊ നമുക്ക് ആ വാദം നമുക്ക് സ്വീകരിക്കാം. എനിക്കും അതേ പറയാനുള്ളൂ. നിങ്ങൾ ആ പെർഫോമൻസ് കാണിക്കുക, എന്നിട്ട് യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ് നമുക്ക് കാണിക്കാം. നമ്മളിപ്പോ ടോപ്പ് അതായത് ഇന്ന് 10 പോയിന്റ്സ് പുറകിലാണ്, 15 പോയിന്റ്സ് പുറകിലാണ്, നമുക്ക് സമ്മതിക്കാം. ഓക്കെ ഫൈൻ, യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്. പക്ഷെ യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ് പറയണം നമുക്ക് ഏതൊരു അവസരത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇൻഎക്സ്പീരിയൻസ് ആണെങ്കിലും പാൽക്കുപ്പികളാണെങ്കിൽ തന്നെയും നിങ്ങൾ സൈൻ ചെയ്ത ഒരു മിനിമം എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം നിങ്ങൾ സൈൻ ചെയ്തത് ആ ക്വാളിറ്റിയിലാണ്. ഒരുത്തരും തലയിൽ തോക്ക് വെച്ചിട്ടല്ല സൈൻ ചെയ്തത്, നിങ്ങൾ നിങ്ങളുടെ ബോധത്തോടെ തന്നെയാണ് സൈൻ ചെയ്തത്. എന്നിട്ട് ആ സൈൻ ചെയ്തതിൽ നിങ്ങൾ പെർഫോമൻസ് കാണിച്ചിട്ട് ഈ കൂതറ പെർഫോമൻസ് കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ് ആണ്, നിങ്ങളെ കൂവാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കൂവൽ കിട്ടുകയും ചെയ്യും. അത് സ്വാഭാവികം. ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, സോറി എനിക്ക് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞാൽ മതി. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ അത്രേ ഉള്ളൂ, സിമ്പിൾ. പക്ഷെ അബ്യൂസ് ചെയ്യരുത്, സ്വാഭാവികം. നമ്മളെ പ്ലേയേഴ്സിനെ അബ്യൂസ് ചെയ്യരുത്. കാരണം അവർ തോക്കാൻ വേണ്ടിയിട്ടല്ല കളിക്കുന്നത്. അവർ അബ്യൂസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, റേഷ്യലി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല. പക്ഷെ ക്രിറ്റിസിസം ഉണ്ടാവും. ബിക്കോസ് ദിസ് ഇസ് വാട്ട് യു സൈൻ ഫോർ. ഇത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എന്നാ ഇപ്പം മനസ്സിലാക്കിക്കോ. വെൽക്കം ടു ചെൽസി ഫുട്ബോൾ ക്ലബ്. വെൽക്കം ടു ദ Roman Empire Chelsea Football Club. Welcome to the culture of a winning football club. ഇത് താങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ you have other options in your way. എനിക്ക് അതാണ് പറയാൻ തോന്നിയത്. And I think that Kuval was fully justified. ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ ആ സമയത്ത് ആ ഫ്രസ്ട്രേഷൻ സ്വാഭാവികം. Do let me know guys നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off SK from Chelsea Karan.